ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പെഷ്യലായിട്ടുള്ളൊരു മീറ്റ് റോളാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീറ്റ് റോളാണ്. നമ്മൾ സാധാരണ ബേക്കറികളിൽ നിന്നൊക്കെ കഴിക്കാറുള്ള അതേ രുചിയിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്നത് 2 കപ്പ് അളവിൽ മൈദ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ മൈദ ഒന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടിൽ 1/2 കപ്പ് പാൽ, ഒരുപാട് ചൂടില്ല കേട്ടോ, ചെറിയൊരു ചൂട് എന്ന് പറയാൻ മാത്രമായിട്ടുള്ളതിൽ 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആയതിന് ശേഷം നമ്മൾ മൈദയിലേക്ക് ആ പാലിൻ്റെ മിക്സും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴയ്ക്കുമ്പോൾ എന്താണെങ്കിലും വെള്ളം പോരാതെ വരും. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ചെറുതായിട്ടിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലൊരു സോഫ്റ്റ് മാവായിട്ടും വെക്കുക. ഈ മാവൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വെക്കേണ്ട കേട്ടോ, 20 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ബീഫ് വേവിച്ചതാണ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് അതൊന്ന് വേവിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്കൊരു മീഡിയം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗരം മസാല കേട്ടോ, ഒരു 1/4 ടീസ്പൂണിൽ അളവിൽ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ വൈറ്റ് പെപ്പറാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ കുരുമുളക് പൊടി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചേർക്കുക, 2 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബീഫും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ബീഫിൽ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന ഇടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കുക. ഈ സമയം കുറച്ച് കറിവേപ്പില മല്ലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ സോഫ്റ്റായിട്ട് ഒന്നുകൂടെ കുഴച്ചിട്ട് ഇതുപോലെ ചപ്പാത്തിനേക്കാളും വലിയ സൈസിലുള്ള ബോളാക്കി എടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഏകദേശം ഒരു 7-8 എണ്ണം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ പരത്തണ പലകയിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ അധികം കട്ടി കുറയ്ക്കാതെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ശരിക്കും റൗണ്ടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ അളവിൽ ഫില്ലിംഗ് ഒന്ന് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഒരുപാട് കട്ടിയൊന്നും കുറച്ചിട്ടില്ല. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരു ചെറിയൊരു 2 mm തിക്നെസ്സിലൊക്കെയാണ് എടുത്തേക്കണത്, 2-3 mm തിക്നെസ്സിലൊക്കെ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കിത് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കവർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ നന്നായിട്ടൊന്ന് മുട്ടിയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ള് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തേക്കാം. റോൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഓരോന്ന് പരസ്പരം മുട്ടാതെ വെച്ചാൽ മാത്രമാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോവും. പിന്നെ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ്, അതുപോലെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഓരോ റോളും മുട്ടയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ ചെയ്യണ പോലെ തന്നെ ഇതൊന്ന് കവർ ചെയ്തിട്ട് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ പണിയൊന്നുമില്ല, നമ്മളെല്ലാം കവർ ചെയ്ത് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഓയിലാണ് എടുത്തേക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഭാഗത്തോളം മുങ്ങി പൊരിയണം, അതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിൽ വേണം. നമ്മൾ ഒരുപാടെണ്ണം ഇട്ടിട്ട് തിക്കി കളയേണ്ട, ഏകദേശം ഒരു 4-5 എണ്ണമൊക്കെ നമ്മളുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് അത്രയൊക്കെ ഇട്ടാൽ മതിയാവും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ നടുക്കിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ ബ്രെഡിൻ്റെ ആ ഉള്ളൊക്കെ നമ്മൾ തിക്നെസ്സിലല്ലേ ഉരുട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നല്ലൊരു മുരിഞ്ഞ കളർ വരുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് സോസും കൂടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ തുറന്ന് കാണിക്കാം, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ബ്രെഡ് പോലെ നല്ല
സോഫ്റ്റായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.